പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് ഉചിതമായ കാര്യങ്ങൾ മാത്രമേ നമ്മളുണ്ടാകാവൂ. അല്ലാതെ ഉചിതമല്ലാത്ത ചീത്തത്തരം, പൊട്ടച്ചൊൽ, ഫിൽത്തിനെസ്, നോർ ഫൂളിഷ് ടോക്കിംഗ്, പൊട്ടച്ചൊൽ, ഫൂളിഷ് ടോക്കിംഗ്, നോർ ജസ്റ്റിംഗ് വിച്ച് ആർ നോട്ട് കൺവീനിയൻറ്റ് ബട്ട് റാദർ ഗിവിങ് ഓഫ് താങ്ക്സ്. അങ്ങനെയുള്ള ചേർച്ചയല്ലാത്ത യാതൊരു കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതെനിക്ക് ചേരുന്നതാണോ, എനിക്ക് ചേരുന്നതാണെന്നുള്ളതിൻ്റെ എനിക്ക് ചേരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ്, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എനിക്ക് ചേരുന്നത് മാത്രമേ ഞാൻ ചെയ്യാവൂ. ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എനിക്ക് ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ചേരുന്നതാ, അല്ലാതെ എന്തോ എനിക്ക് ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ചേരുന്നത് മാത്രമേ എനിക്കും ചേരത്തുള്ളൂ. എന്നിട്ട് താഴെ പറയാം, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദുർനടപ്പുകാരനും അശുദ്ധനും വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി പോലും ദൈവരാജ്യത്തിൽ പങ്കല്ലാത്തവനാണ്, സ്വർഗരാജ്യത്തിൽ. ഈ പണമോഹമൊക്കെ ഇന്ന് ഭയങ്കര ധനമോഹവും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് എ ബിഗ് സംതിങ് ദാറ്റ് ഹിൻഡേഴ്സ് us to enter into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമാണ് നമ്മുടെ ദ്രവ്യാഗ്രഹം പോലും. പിന്നെ ദുർനടപ്പും അശുദ്ധിയും വിഗ്രഹാരാധന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യാതൊരു കാര്യം, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. വ്യർത്ഥവാക്കുകൾ, വെയിൻ ടോക്കിംഗ്, ലെറ്റ് നോ മാൻ ഡിസീവ് യു വിത്ത് വെയിൻ വേർഡ്സ്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ച് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിന് നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നോക്കുക, ഇനി കിടന്ന് ഉറങ്ങാൻ സമയമില്ല. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ നടന്നവർ ഒക്കെ ഉറങ്ങുകയായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങി അവരൊക്കെ ചത്തുപോയി. അതുകൊണ്ട് നീയും കുറച്ചാളുടെ കിടന്നാൽ എന്തോ സംഭവിക്കും, ഉറങ്ങി ചത്തുപോകും. ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുകയാണ്, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെല്ലാം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം, സഭയിൽ ദൈവം വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ, സഭയിലെ സഹോദരങ്ങൾ തമ്മിലുള്ള അന്യോന്യ ബന്ധം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ പിന്നെയും കിടന്ന് ഉറങ്ങിയാൽ ഒടുവിൽ ഉണരാൻ പോലും കഴിയാതെ മരിച്ചവരായി തീരും നമ്മൾ. കാര്യം, ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങിയ കുറേ എണ്ണം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉറങ്ങുന്നവനെ ഉണർന്ന്, ഉറങ്ങുന്നവരുടെ ഇടയിൽ നിന്നെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാമെന്ന്. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നതാണ്, ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമെങ്കിൽ വീണ്ടും ഉറങ്ങിക്കിടന്നാൽ പറ്റത്തില്ല. ഉറങ്ങുന്നവൻ്റെ മേൽ ദൈവം പ്രകാശിക്കുന്നില്ല. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ലീവിങ്. ഈ ഉറക്കക്കാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, അവരെ വിട്. അവരോട് നിങ്ങൾ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വിശ്വാസിക്കത്ര നമുക്കൊന്ന് ഉണർന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് അവരുടെ ഇടയിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉപദേശമാണ് സെപ്പറേഷൻ്റെ ഉപദേശം. വേർപാടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പള്ളി വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതുകൊണ്ട് മാത്രം പള്ളി വിട്ട് ആകട്ടെ, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രം വേർപാടായെന്ന് ചിന്തിക്കരുത്. വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തിൽ നിന്നുള്ള വേർപാട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിലുള്ള വേർപാടാണ് ഒന്നാമത്തെ വേർപാട്. എന്നാൽ സഭയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ മരിച്ചു കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും എന്തു വേണം? വേർപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. എന്നിട്ട് അവിടെ പറയുന്ന
കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കത്തുള്ളൂ. ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇനിയുള്ള ഭാഗങ്ങൾ നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവും ദൈവവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും ചെയ്യുവിൻ. അതായത് ഈ വക കാര്യങ്ങൾ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പക്ഷേ ആത്മാവിൽ മത്തരായിക്കോണം. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം എന്ത് വേണം? അതിനാൽ ദുർനടപ്പുണ്ടാകും, ആത്മാവ് നിറഞ്ഞവരാകുവിൻ. വീഞ്ഞ് നിറയ്ക്കുകയല്ല, എന്താ നിറയ്ക്കേണ്ടത്? ആത്മാവ് നിറഞ്ഞവരാകുവിൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും. അവിടെ എല്ലാം അന്യോന്യമുള്ള ബന്ധമാണ് നമ്മുടെ സംസാരത്തിൽ. അല്ലാതെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും എന്താണ്? നിങ്ങൾ ദൈവവുമായിട്ട് മാത്രമല്ല, തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. അടുത്ത ഭാഗങ്ങൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ അടുത്ത ഭാഗങ്ങൾ പറയുന്നത് നമ്മുടെ റിലേഷൻ അവിടെ നിന്ന്, അതായത് സഹോദരങ്ങൾ തമ്മിലുള്ള റിലേഷൻ പോലെ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം, നമ്മൾ ആ ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം, അടുത്തത് ആ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ഓരോ സെഷൻസാണ്. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ബന്ധം കുടുംബജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അന്യോന്യ ബന്ധത്തിൽ ഒരു കീഴ്പ്പെടലുണ്ട്. അത് കുടുംബജീവിതത്തിലുമുണ്ട്, ആത്മീയ സഭയുടെ ജീവിതത്തിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കീഴെയാണ്, ഞാൻ കീഴ്പ്പെട്ടിരിക്കുകയാണ്. സഹോദരൻ എനിക്കും കീഴ്പ്പെട്ടിരിക്കുക. എന്താ പറയുന്നത്? അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആരെയും കീഴ്പ്പെടുത്താൻ ഇവിടെ പറയുന്നില്ല, കീഴ്പ്പെട്ടിരിപ്പിൻ. എനിക്കൊരു സബ്മിഷൻ ഉണ്ട്, സഭയിൽ എനിക്കൊരു സബ്മിഷൻ ഉണ്ട്. ഞാൻ ആരുടെയും മോളിലല്ല, ഞാൻ ആരുടെയും കീഴെയുമല്ല. പക്ഷേ അന്യോന്യം എന്തുണ്ട്? കീഴ്പ്പെട്ടിരിപ്പിൻ. എവിടെയാ? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. ഞാനിത് കുടുംബജീവിതമായി താഴോട്ട് പറയുന്ന കാര്യങ്ങളാണ്. എവിടെ നിന്നാണ് വാസ്തവത്തിൽ 21 hours വായിക്കുമ്പോൾ പിന്നീട് പറയുന്നത് കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും അല്ല ഭയപ്പെടേണ്ടത്. രണ്ടു കൂട്ടരും ആരെയാണ് ഭയപ്പെടേണ്ടത്? ക്രിസ്തുവിനെയാണ് ഭയപ്പെടേണ്ടത്. ക്രിസ്തുവിൻ്റെ ഭയം ഉണ്ടെങ്കിൽ അന്യോന്യം പിന്നെ ഭയം ഉണ്ടാവുകയില്ല. പലപ്പോഴും അന്യോന്യം ഭയപ്പെടുന്നത് എന്താണെന്നറിയാം? രണ്ടു കൂട്ടർക്കും ക്രിസ്തുവിൻ്റെ ഭയം ഇല്ല എന്നുള്ളതാണ്, അല്ലേ? എന്നിട്ട് ഓരോരുത്തർക്കുള്ള ഇൻസ്ട്രക്ഷനാണ് 22-ാമത്തെ വാക്യത്തിൽ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിനെന്ന വണ്ണം, ഭാര്യമാരെ കർത്താവിൻ എന്നതുപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യമാരോട് പറയുന്നു. പിന്നീട് ഭർത്താക്കന്മാരെ 25-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. 6-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഇവിടെ കുടുംബ ബന്ധങ്ങൾ അന്യോന്യം അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന കാര്യം എന്നറിയാമോ? ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ ബാലശിക്ഷയിൽ. ഇവിടെ എല്ലാം കർത്താവിൻ്റെ. അപ്പം അടിസ്ഥാനം ആരാണ്? കർത്താവാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ ഒരു കുടുംബ ബന്ധത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ഇവിടെയെല്ലാം നമ്മൾ സ്വയം ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി എടുത്ത് അതാണ് വാസ്തവത്തിൽ എന്താണ് ഒരു സ്വാഭാവിക കുടുംബജീവിതത്തിൽ സെക്യുലർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്, നമ്മളൊരു ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഇവിടെ ഒരു പെരുമാറ്റച്ചട്ടമല്ല ഇവിടെ പറയുന്നത്. എന്താണ്? പകരം ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് ഈ കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകം ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ട് കാര്യങ്ങൾ നടത്തുന്ന റിലേഷൻ ഇൻസൈഡ് ദ ഫാമിലി. അടുത്ത 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിക്കും. ദാസന്മാരോട് പറയുമ്പോഴും അവിടെ പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടു? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഇനി യജമാനന്മാരോട് പറയുമ്പോഴും അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 9-ാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ അവരും നിങ്ങളുടെ മേൽ, അവരുടെയും നിങ്ങളുടെയും മേൽ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയും പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ദാസൻ യജമാനന് മാത്രമല്ല, യജമാനൻ ദാസനും കീഴ്പ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക മാത്രമല്ല, ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ മക്കൾ അപ്പന് കീഴ്പ്പെട്ടിരിക്കുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അപ്പൻ മക്കൾക്കും കീഴ്പ്പെട്ടിരിക്കുകയാണ്. കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങിയിരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ്. എന്താണ്? നമ്മുടെ ബന്ധം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും, ഭർത്താവും ഭാര്യയും തമ്മിലാണെങ്കിലും, അപ്പനും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും, മക്കളും മാതാപിതാക്കളും തമ്മിലാണെങ്കിലും, ദാസനും യജമാനനും തമ്മിലുമാണെങ്കിലും, യജമാനനും ദാസനും തമ്മിലാണെങ്കിലും, എല്ലായിടത്തും നമ്മുടെ ബന്ധത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ഇവരെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നതായ അനുഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യം മുതൽ ഈ അവസാനം വരെയും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ബന്ധങ്ങളെക്കുറിച്ചാണ്. ദൈവവും മനുഷ്യനും തമ്മിലും, പിന്നെ നമുക്കുള്ള അന്യോന്യ ബന്ധങ്ങളും. ഒന്ന് ഗാഡ് ആൻഡ് മാൻ, ദെൻ മാൻ ആൻഡ് മാൻ. ആ മാൻ ആൻഡ് മാൻ എന്ന് പറയുന്നിടത്ത് പല ഡിവിഷൻസ് ഉണ്ടാകാം, പക്ഷേ അടിസ്ഥാനപരമായി 2 ബന്ധങ്ങളാണ്. എന്ത്? ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും. ആ മനുഷ്യനും മനുഷ്യനും എന്ന് പറയുന്നിടത്ത് ഒരു പക്ഷേ ചർച്ചിനകത്തെ ബന്ധങ്ങളുണ്ട്, ചർച്ചിന് പുറത്തെ ബന്ധങ്ങളുണ്ട്, കുടുംബത്തിനകത്തെ ബന്ധങ്ങളുണ്ട്, പ്രൊഫഷണൽ റിലേഷനുണ്ട്, പല റിലേഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാം റിലേഷനെ കുറിച്ചാണ് പറയുന്നത്, എല്ലാം ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിനെല്ലാം ഉള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കുണ്ട്. അങ്ങനെ നല്ല ബന്ധങ്ങളെല്ലാം നമുക്കുണ്ട്. ആ ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ആത്യന്തികമായ പദ്ധതിയാണ്. എന്താണ് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം? എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അതാണ് അതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം. ആ പദ്ധതിയിലെ, അതായത് അവൻ്റെ ആത്യന്തിക പദ്ധതിയുടെ തുടക്കം യേശു കർത്താവിനെ ഭൂമിയിൽ കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി അയച്ചു. അവിടെ മുതൽ കാലസമ്പൂർണ്ണത തുടങ്ങുകയാണ്. എന്തിനാണ് പുത്രനെ അയച്ചത്? വീണ്ടെടുപ്പിലൂടെ മനുഷ്യനെയും ദൈവത്തെയും ഒന്നിപ്പിക്കുവാൻ, പിന്നീട് മനുഷ്യനെയും ഒന്നിപ്പിക്കുവാൻ. ഇത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ, ഭൂമിയിൽ വെച്ച് തന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നിക്കുന്നു, മനുഷ്യനും തമ്മിൽ ഒന്നിക്കുന്നു. എന്നാൽ വരാൻ പോകുന്ന ആ വീണ്ടെടുപ്പ് നാളിൻ്റെ പൂർത്തീകരണത്തിൽ എന്ത് സംഭവിക്കുന്നു? സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം, പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം പിന്നെയും എന്താണ്? ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ. അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷനാണ്. വരാൻ പോകുന്ന ആ മഹാസംഗമത്തിൻ്റെയും മഹാസംസർഗത്തിൻ്റെയും പ്രിപ്പറേഷനാണ് ഇന്നിവിടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എഴുന്നേറ്റു പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക, എഴുന്നേറ്റു പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ മേൽ ക്രിസ്തു എന്ന് ഉദിച്ചിടുമേ, തേജസ്സോടെ ക്രിസ്തു നിന്നിൽ വെളിപ്പെടുമേ. നിന്റെ മേൽ ക്രിസ്തു എന്ന് ഉദിച്ചിടുമേ, തേജസ്സോടെ ക്രിസ്തു നിന്നിൽ വെളിപ്പെടുമേ. നിത്യ തേജസ്സായി നിത്യ ദൈവമാം ക്രിസ്തേശു നിന്നിൽ വെളിപ്പെടുമേ. നിത്യ തേജസ്സായി നിത്യ ദൈവമാം ക്രിസ്തേശു നിന്നിൽ വെളിപ്പെടുമേ.
പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്ദേശത്തു സാഹസം കേൾക്കയില്ല, ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്ദേശത്തു സാഹസം കേൾക്കയില്ല, ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്കോ രക്ഷയെന്ന് പറയും, നിന്റെ വാതിലുകൾക്കോ സ്തുതി എന്ന് പറയും. നിന്റെ മതിലുകൾക്കോ രക്ഷയെന്ന് പറയും, നിന്റെ വാതിലുകൾക്കോ സ്തുതി എന്ന് പറയും. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ായിടുമേ, കുറഞ്ഞവനായിരമായിടുമേ, ചെറിയവൻ മഹാജാതിയായിടുമേ. തക്ക സമയത്തവൻ അത് നിവർത്തിച്ചിടും, ക്രിസ്തേശു വേഗത്തിൽ നിവർത്തിച്ചിടും. തക്ക സമയത്തവൻ അത് നിവർത്തിച്ചിടും, ക്രിസ്തേശു വേഗത്തിൽ നിവർത്തിച്ചിടും. എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം, എഴുന്നേറ്റു പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റു പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു.